നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളോട് ഒരു കാര്യം വന്ന് പറയുമ്പോൾ അയാളുടെ ചില ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് അയാൾ കളവാണോ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടതിന് ശേഷം അയാൾ പറയുന്നത് കള്ളമാണ് എന്ന് നമ്മൾ ഒരിക്കലും നിശ്ചയിക്കാൻ പാടില്ല. ഇതിൽ 2 or 3 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നത് കളവാകാനുള്ള സാധ്യത കൂടുതലാണ്. അതൊരു 80% വരെയൊക്കെ കറക്റ്റ് ആവാറുണ്ട്. പക്ഷേ ഞാനിത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കിത് 100% ശരിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ സംസാരിക്കുന്ന സമയത്ത് കണ്ണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാറുണ്ട്, കണ്ണ് ചിമ്മാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഒരു കളവ് പറയുന്ന സമയത്ത് ആ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത് കുറയും, കണ്ണ് ചിമ്മുന്നത് കുറയും എന്നാണ് പറയുന്നത്. എന്നിട്ട് മാക്സിമം ഐ കോണ്ടാക്റ്റും കള്ളം പറയുന്ന ആൾ തരും എന്നാണ് പറയുന്നത്. മറ്റേ ആളിനെ ആ കഥ മാക്സിമം വിശ്വസിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഐ കോണ്ടാക്റ്റ് തരുന്നതെന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കളവ് പറയുന്ന ആൾ സ്വന്തം കവർ ചെയ്ത് വയ്ക്കും, മറച്ച് വയ്ക്കും എന്നുള്ളതാണ്. അതായത് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വയ്ക്കുക, അല്ലെങ്കിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചിൽ കൈവച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കളവ് പറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം, ഈ കള്ളം പറയുന്ന സമയത്ത് ഈ ചുണ്ട് അനക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതിങ്ങനെ മറയ്ക്കാൻ വേണ്ടി പിടിക്കുന്നതാവാം. അല്ലെങ്കിൽ ഈ ചിലർക്ക് കള്ളമാണ് പറയുന്നതെന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ട് അതിനൊരു മറ വേണം എന്ന് തോന്നുന്നത് കൊണ്ട് ഇങ്ങനെ വയ്ക്കുന്നതും ഉണ്ട്. അപ്പം മൗത്ത് കവർ ചെയ്ത് പിടിച്ചുകൊണ്ട് പറയുന്നതും കളവാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുക എന്നുള്ളതാണ്. അതായത് കേൾക്കുന്ന ആളിന് കുറേയും കൂടെ വിശ്വസനീയമായ രീതിയിൽ കുറേ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ആ പറയുന്നത് ഒരു കള്ളമാകാനുള്ള സാധ്യതയുണ്ട്. അതായത് കേൾക്കുന്ന ആൾ എങ്ങനെയും വിശ്വസിക്കണം, അതിന് വേണ്ടിയിട്ട് കുറേ ഡീറ്റെയിൽസും കൂടെ അതിൽ ആഡ് ചെയ്ത് പറയും. അടുത്തതെന്ന് പറയുമ്പോൾ, ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ആൾ മൂവ് ചെയ്യാതെ അനങ്ങാതെ സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കും. സാധാരണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയ മൂവ്മെൻറ്റ്സ്, കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഈ കളവ് പറയുന്ന സമയത്ത് അനങ്ങാതെ തന്നെ നമ്മൾ നിന്ന നിപ്പിൽ അങ്ങനെ നിൽക്കുക എന്ന് പറയും. അപ്പോൾ ഒരേ രീതിയിൽ തന്നെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നിന്ന് പറയുന്നതും കളവാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്വാസം എടുക്കുന്ന രീതിയിലുള്ളതാണ്. ഈ കളവ് പറയുന്ന സമയത്ത് കൂടുതലായിട്ട് അങ്ങനെ ശ്വാസം എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ കള്ളം പറയാനായിട്ട് വരുമ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് സ്ട്രെസ്സും ഒക്കെ കൊണ്ട് ഈ ഹാർട്ട് റേറ്റും ബ്ലഡ് ഫ്ലോയും ഒക്കെ കൂടും. അപ്പോഴും കൂടുതലായിട്ട് ബ്രീത്ത് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അയാൾ പറയുന്നത് കളവായിരിക്കും. സാധാരണ ഒരു റേറ്റിലായിരിക്കില്ല ഈ ശ്വാസം എടുക്കുന്നത്, അതിൽ നിന്നും കൂടുതലായിരിക്കും. ഇപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് വരുന്നവരുണ്ടായിരിക്കും, അവരുടെ അടുത്തൊന്നും ഇത് ചോദിക്കരുത്. എന്തായാലും അവരുടെ ബ്രീത്തിങ് റേറ്റ് എന്തായാലും കൂടുതലായിരിക്കും. ഓടി ചാടിയിട്ടൊക്കെ വരുന്നവരുടെ അടുത്ത് ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കാൻ പാടില്ല, നമുക്ക് ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. പിന്നെ കള്ളം പറയുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുന്ന ആളിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിയും സ്വന്തം ബ്രെയിനിലും കൂടെ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അതെനിക്കറിയില്ല, ഇത് ഞാൻ എടുത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതായത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതും കളവിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ കള്ളം പറയുന്നതിൻ്റെ ഒരു ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സംസാരിക്കുന്ന സമയത്ത് നമ്മളെ ബ്ലോക്ക് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വാ കവർ ചെയ്ത് വയ്ക്കുക. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ബെഞ്ചിൻ്റെ അടുത്ത് വല്ലതുമാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെയും അയാളുടെയും ഇടയിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതും കളവ് പറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു കള്ളം പറഞ്ഞതിന് ശേഷം അത് കേട്ട ആൾ വിശ്വസിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ആൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് അത് പെട്ടെന്ന് മാറ്റിക്കളയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കള്ളം അയാൾ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ ഒരു
ഒരു സന്തോഷം അത് ഫേസിൽ വരും. പെട്ടെന്ന് ആ സമയത്ത് തന്നെ ബ്രെയിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പെട്ടെന്നൊരു ചിരി വന്നിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഞാനൊരു കള്ളം ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അയാളത് വിശ്വസിച്ചു എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് മാറ്റിക്കളയും. അതും കളവ് പറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടിയായിട്ട് മറ്റു ചോദ്യങ്ങൾ ചോദിക്കുന്നതും കള്ളം പറയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അതായത് നീ അത് എടുത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ഞാനത് എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ, അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്ന് തിരിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നതും കളവിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഒരാൾ കള്ളം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ടിപ്സ്, അല്ലെങ്കിൽ നമ്മൾ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിൽ 2 or 3 ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രമേ അതൊരു കള്ളമാണെന്ന് ഉറപ്പിക്കാൻ പാടുള്ളൂ. ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയാൾ പറയുന്നത് കള്ളമാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.